ഹലോ. അങ്ങനെ നമ്മൾ തൽക്കാലം ഇലക്ഷൻ എക്സ്പ്രസ് സൈക്കിളിലാക്കി. സൈക്കിൾ പോലെ സുന്ദരമായ ഒരു വണ്ടിയില്ല അല്ലേ? അപ്പൊ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരാണ് കേട്ടോ. ഒന്ന് ചാണ്ടി, ഒന്ന് ഞാൻ. സൈക്കിളാണ് ഇഷ്ടം അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും എഫക്റ്റീവ് ആണ് ആൾക്കാരെ കാണാനും സംസാരിക്കാനും. ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടൊരു മീൻസ് ഇല്ല. അപ്പൊ ഇതിനകത്ത് ഗുണം വെച്ചാല് എന്റെ ഹൈബ്രിഡാ. ഇത് സൈക്കിൾ സ്പീഡ് കൂട്ടും. അതാണ്. എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം? ഇപ്പം 2 മണിക്കൂർ ചാർജ് ചെയ്യാം. 2 മണിക്കൂർ ചാർജ് ചെയ്ത് എത്ര കിലോമീറ്റർ പോകും? ഒരു 2-3 മണിക്കൂർ ഓടും. 2-3 മണിക്കൂർ ഓടും. മണ്ഡലത്തിലൊക്കെ ഇപ്പൊ ഇതുമായിട്ടാണോ നടക്കുന്നത്? എക്സസൈസുമായി, എന്താ പറയാ, സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടറുമായി. സൂപ്പർ. മാത്രമല്ല നാട്ടുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്രോൾ, ഡീസൽ അമേരിക്ക, ഇറാൻ അമേരിക്കയിൽ ഇട്ടാലൊന്നും ഈ സൈക്കിളിന് ഒരു കുഴപ്പം വരില്ല. ഒരു വർഷമില്ല. പിന്നെ ഹെൽമെറ്റും വേണ്ട. അങ്ങനെ ഒരു ആനുകൂല്യം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുകയില്ല, വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് ഗുണവും. അപ്പൊ എല്ലാവരും സൈക്കിൾ ഉപയോഗിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? കിടങ്ങൂര് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇവിടെ കുംഭത്തിൽ വലിയ ഉത്സവം നടക്കും. തൈപ്പൂയൊക്കെയാണ് ഇവിടുത്തെ വലിയ പരിപാടി അല്ലേ? സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൽമുരുകൻ. ഈ സുബ്രഹ്മണ്യന്റെ ഒരു കഥയുണ്ട്, അറിയാമോ? പിന്നെ അറിയാം. എന്താ കഥ? ഗണപതിയും മക്കളായിരുന്നു. ലോകം ചുറ്റി വരുവാന്നും പറഞ്ഞ് ഗണപതി അപ്പനെ അമ്മയും ചുറ്റി, ശിവനെയും പാർവതിയും ചുറ്റി, വേൽമുരുകൻ ലോകം മൊത്തം ചുറ്റി വന്നു അല്ലേ? കൊള്ളാം, സൂപ്പർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു. നല്ല കട. ഇപ്പൊ ഉച്ചയായി, നമുക്ക് അമ്പലം തുറന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചായക്കടയിൽ പോയി ഒരു ഉഴുന്നുവട കഴിച്ചാലോ? ആയിക്കോട്ടെ. കുറച്ച് രാഷ്ട്രീയവും കുറച്ച് ചായ ഉഴുന്നുവടയും. തീർച്ചയായും. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മള് നേരെ ഉഴുന്നുവടങ്ങി. എങ്ങനുണ്ട്? ചൂടെങ്ങനുണ്ട്? നല്ല ചൂടാ കേട്ടോ. നല്ല ചൂടല്ലേ? അതുകൊണ്ട് ഞങ്ങള് മിക്കവാറുള്ള എല്ലാ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് പ്രചരണം, രാവിലത്തെ പ്രചരണം അങ്ങനെ സൈക്കിൾ കൂട്ടില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പ്രശ്നമില്ല. UDF ജയിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായ ഞങ്ങളുടെ ഒരു റീഡിംഗ്. ഒരു 100 സീറ്റ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. കടന്ന കൈയാണോ? അല്ല, പ്രതിപക്ഷ പ്രതീക്ഷ അസ്ഥാനത്താവില്ല. എന്തായാലും ഒരു കംഫർട്ടബിൾ ആയ മെജോറിറ്റിയിൽ കയറി വരും. 80+ എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്. 80+ ഉറപ്പാണ് അല്ലെ? അതിനൊരു ഭരണവിരുദ്ധ വികാരം ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? 100%. ജനങ്ങൾ മടുത്തിരിക്കുക. അത് കാണാനുണ്ട്, അത് അറിയാനുണ്ട്. തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും.